മണിക്കുട്ടി നീ വിഷമിക്കാതെ. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ഞാൻ 1 അല്ല 9 സാരി വാങ്ങിച്ചു തരും. നാളെ ആയിട്ട് എന്തോന്ന്? നാളെ വാങ്ങിച്ചു തരാം. 9 സാരി നിങ്ങള് ആ സാരി വാങ്ങിച്ചെന്നാൽ എന്റെ വിഷമം മാറൂല. അതെന്ത്? എന്റെ വിഷമം എന്റെ മണിക്കുട്ടൻ ചേട്ടൻ മാറിയതിലാണ്. മണിക്കുട്ടൻ മാറിയത് എങ്ങനെ മാറിയെന്ന്? ഇന്നലെ വന്ന ഭാര്യയ്ക്ക് വേണ്ടി സാരി വാങ്ങിച്ചോണ്ടപ്പോഴേ അനിയത്തിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അനിയത്തിക്ക് കൂടെ ഒരെണ്ണം വാങ്ങാന്നുള്ള ഒരു തോന്നൽ വന്നാ അത് തന്നെ പറയണത് മാറി. എന്തോ മണി ഇങ്ങനെയൊക്കെ പറയണേ? ഇപ്പൊ ഭാര്യയ്ക്ക് ഒരു സാരി വാങ്ങിക്കുമ്പോൾ അനിയത്തിയും കൂടെ വാങ്ങിക്കുന്ന വല്ല നിയമം വല്ലതും ഉണ്ടോ? ഒരു നിയമവും ഇല്ല, ഒരു നിർബന്ധമില്ല. പക്ഷെ എന്റെ മണിക്കുട്ടൻ ചേട്ടനെ എന്ത് സാധനം വാങ്ങിക്കാൻ പോയാലും ആദ്യം ഒരെണ്ണം എനിക്ക് വാങ്ങിക്കും, എന്നിട്ടേ ബാക്കിയുള്ളവർക്ക് വാങ്ങുമായിരുന്നുള്ളൂ ഇന്നാൾക്കേ വരെ. ഈ കല്യാണം കഴിഞ്ഞതോടെ ആള് മാറി, ഉടനെ ഭാര്യയ്ക്ക് മാത്രമായി. അത് കല്യാണത്തിന് മുമ്പ് നിനക്ക് വാങ്ങിച്ചു തന്നിരിക്കും. കല്യാണം കഴിഞ്ഞ ഭാര്യയുടെ കാര്യം നോക്കണ്ടേ? നീ അതും ഇതും പറഞ്ഞു. കല്യാണം കഴിഞ്ഞ ഭാര്യയുടെ കാര്യം മാത്രമേ നോക്കുള്ളൂന്നായില്ലേ? അപ്പൊ എന്റെ ചേട്ടൻ എന്നെ കൈവിട്ട് പോയി അർത്ഥം. എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കണല്ലോ നീ. എടി അതൊന്നുമല്ല, മണിക്കൂട്ടനുണ്ടല്ലോ ആ കടയിൽ കയറിയപ്പോ ചിലപ്പോ ഒരു സാരി വാങ്ങിക്കാനുള്ള പൈസ കയ്യിൽ കാണുള്ളൂ. അതാണ് എന്റെ ചേട്ടനെ പുലിനട വീട്ടിലെ ഭാർഗവൻ പിള്ളയുടെ മോനാണ്. ഒരു ഉണക്ക സാരി വാങ്ങിക്കാനുള്ള പൈസ കൊണ്ടായിരിക്കില്ല തുണിക്കടയിൽ പോണത്. നീ ഇങ്ങനെ ആവശ്യമില്ലാതെ ചിന്തിക്കാതെ വാ, കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഉറക്കം വരണില്ല. എന്നാ എനിക്ക് ഉറക്കം വരണം, ഞാൻ കിടന്ന് ഉറങ്ങും. വേണമെങ്കിൽ നീ കിടക്കണുണ്ടോ? ഇല്ല. എന്നാ ഞാൻ കിടക്കണേ. ഓ ഉറങ്ങിക്കോ. ഇങ്ങനെ ഒരു ഭർത്താവും ഇങ്ങനെ ഒരു ചേട്ടൻ ആർക്കും സ്നേഹമില്ല എന്റെ അടുത്ത്. എടുത്തോണ്ട് പോവാങ്ങളെ. ആ മാമ അതെ കല്യാണത്തിന് പോകണ്ട? പിന്നെ പോണം, കല്യാണത്തിന് പോവാം. അങ്ങനെയാണേലേ നമുക്കൊരു വണ്ടി വിളിച്ച് ഒരുമിച്ച് പോവാം. അത് കൊള്ളാം, നല്ല ഐഡിയ. മതി. അല്ല നീ വരുന്നില്ലേ? ഞാനേ രവിയേട്ടനോട് പറഞ്ഞിട്ടില്ല കല്യാണത്തിനെ പറ്റിയിട്ട്. പുള്ളിയോടൊന്ന് സൂചിപ്പിക്കണം. അതെന്ത് പണിയാ? ഇതുവരെ പറഞ്ഞില്ലേ? അത് നമ്മുടെ അടുത്ത ബന്ധുവാ. കല്യാണം വിളിക്കാൻ വന്നപ്പോ രവിയേട്ടൻ ഉണ്ടായിരുന്നില്ലല്ലോ. ആ കല്യാണത്തിന് പോയാ പറ്റൂ. കല്യാണത്തിന് വരൂല്ല നമ്മ പറഞ്ഞില്ലല്ലോ. അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പറയാന്നല്ലേ പറഞ്ഞോളൂ. അതിന് എന്ന് ചിന്നു വരുന്നില്ലേ? അണ്ണാ അതിന് പറ്റൂല. അവൾ അമ്മയിലൂടെ നിൽക്കില്ല. ശ്രീകുടി ചേച്ചി വരൂ. അവൾക്ക് ഡ്യൂട്ടി ഉണ്ട്. ഇപ്പൊ വരൂലേ? അവള് മിക്കവാറും വരത്തില്ല. അപ്പൊ ഇവരെ കൊണ്ട് നമുക്കങ്ങ് പോവാം. അച്ഛനാണ് മാമൻ വരുന്നില്ലേ? ഞാൻ ഈ വർഷാൽ കുറച്ച് പണി കിടക്കണ്ടേ. പിന്നെ അങ്ങ് പണി കൊണ്ട് വർഷപ്പ് നിറഞ്ഞു കിടക്കല്ലേ മാമ. ഒരു ഉണക്ക വണ്ടി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഈ ചുമ്മാരി അണ്ണ കാര്യം എന്താണെന്ന് അറിയാമോ? അച്ഛൻ വരാത്തന്നെ അച്ഛന്റെ പഴയ ടീംസുകൾ അവിടെ ഉണ്ട്, അടി ടീംസ്. നീ വന്ന അടിച്ചു പോകുന്ന ചോദിച്ചിട്ടേ. അതൊരു രസമല്ലേ ഒന്ന്? ആ നോക്കണ്ടേ? നോക്കാന്ന് പറഞ്ഞാ പോരാ, വരണം. അപ്പോഴേ 25 കിലോയുടെ ഒരു വെയിറ്റ് വിളിച്ചപ്പോ നമ്മൾ പോണില്ലേ? നേരത്തെ പോയനെ കേട്ടോ. അതെ, ആളിനോട് ലീവ് എടുക്കാൻ പറ. ചോദിച്ചിട്ട് പറയാം ലീവ് ഉണ്ടോ ഇല്ലയോന്ന്. അങ്ങനെ പറഞ്ഞാൽ പറ ലീവ് എടുക്കണം എന്ന് പറയാം. ഓ ചേട്ടത് എന്ത് ചേട്ടത് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ? ഓ എല്ലാവരെയും കല്യാണത്തിന് നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കണതിന്. പിന്നെ ചേട്ടത്തി കഴി ബാ ഇരി. ഞാൻ കഴിക്കണമെന്നില്ല. ചേട്ടത്തി എന്തായാലും ചിന്നു വിളിച്ചപ്പോ എന്നെ കുറച്ച് വഴക്ക് പറഞ്ഞു. എന്തിന്? അവക്ക് സാരി വെച്ചപ്പോ ചേട്ടത്തി കൊണ്ട് വാങ്ങിക്കാൻ എന്തോ. ഞാനേ ഇന്നലെ വാങ്ങിക്കണമെന്ന് വെച്ച് പോയല്ലേ, ചുമ്മാ വാങ്ങി നോക്കാൻ പോയതാണ്. അപ്പൊ മണിക്കൂട്ടാണ് പെട്ടെന്ന് ഒരു സാരി വാങ്ങിച്ചപ്പോൾ ഞാൻ വെച്ച് ചേട്ടത്തിക്കായിരിക്കും. ഞാൻ ചിന്നുവിന് ഒരു സാരി കൂടെ വാങ്ങിച്ചു. അതാണ് ഇന്നലെ നടന്ന് സംഭവിച്ചത്. ഭാര്യമാർക്ക് സാരി വാങ്ങിച്ചു കൊടുക്കേണ്ടത് ആരാണ്? ഭർത്താക്കന്മാര് തന്നെയാണ്. ഞാൻ പിന്നെ ഇന്നലെ ഇത്തിരി ഓവറാക്കി, എനിക്ക് തന്നെ അറിയാം. എന്നാലും അങ്ങനെയാണ്. അങ്ങനെയൊക്കെ തന്നെ, അത്രേ ഉള്ളൂ. ചേട്ടത്തി പറ, ചേട്ടത്തിക്ക് ഏത് കളർ സാരി വേണം? ചേട്ടത്തി വാ, നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങിക്കാം. എനിക്ക് ഇഷ്ടം പോലെ സാരി ഉണ്ട്. സാരി ഇല്ലാഞ്ഞിട്ടാണോ? എന്നാലും അങ്ങനെ അല്ലല്ലോ. ചേട്ടത്തി ഒരു കളർ പറ, ഞാൻ പോയി വാങ്ങിച്ചോണ്ട്. വേണ്ടടാ, നീ ചോദിച്ചല്ലോ, സന്തോഷം. സത്യം പറ്റും. ഉറപ്പ്. അപ്പൊ എന്നുണ്ട് അതിന് പടക്കമില്ലല്ലോ. സാരി പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? സാരി പ്രശ്നമൊന്നും അല്ല. ഞാൻ ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാന്ന് നിന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. നിന്റെ അമ്മയ്ക്ക് വേണ്ടത് അങ്ങനെ സാരി. നിന്റെ അമ്മയ്ക്ക് ഇഷ്ടംപോലെ സാരി ഉണ്ടല്ലോ. അങ്ങനെ പറഞ്ഞോളൂ അല്ലേ? അതുകൊണ്ട്
അങ്ങളിപ്പോ സാരി മേടിച്ചു കൊടുക്കണം നിർബന്ധമാണോ? ആ എന്നാ എനിക്ക് ഓർമ്മ മേടിച്ചോ. ആണ്. എനിക്ക് നീ ഒരു 2.5 മുഴം കൂടെ വളരട്ട്, എന്നിട്ട് നമുക്ക് ചാരി ഉടുപ്പാ കേട്ടാ. ഒക്കോ നീ മാറിപ്പോ ഒക്കോ. ഇത് സ്ഥിരമാണ്. എന്റെ അടുത്ത് പോകാൻ പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോ. അമ്മ അമ്മ വിഷമിക്കണ്ട അമ്മ. അമ്മയ്ക്ക് ഇന്നലെ കുറച്ച് വിഷമം ഉണ്ടായിരുന്നുള്ള സത്യമാണ്, പക്ഷെ ഞാനത് വിട്ടു. അമ്മയുടെ മണ്ടത്തരം. അമ്മ വിട്ടിട്ടൊന്നുമല്ല, എനിക്കറിയാം അമ്മയ്ക്ക് ഇപ്പോഴും വിഷമമുണ്ട്. അല്ലെങ്കിലും മണിക്കൂർ മാമന്റെ സ്വഭാവം കണ്ടിട്ട് എനിക്ക് എന്നെ പിടിക്കല്ല, പിന്നെ എങ്ങനെ അമ്മയ്ക്ക് പിടിക്കും? ലൈഫ് ആവുമ്പോ അങ്ങനെയാണടി, അവരവരെ പ്രാരാബ്ദങ്ങളൊക്കെ വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തേണ്ടി വരും. അമ്മ കൈ ഇങ്ങോട്ടിട്. അമ്മ കല്യാണത്തിന് പോകുമ്പോ പുതിയ സാരി ഇട്ടോണ്ട് തന്നെ പോകും. അത് ഈ പിങ്കി മോള് പറഞ്ഞ വാക്കാണ്. എന്തുവാടി പെണ്ണെ, ഇത്രയ്ക്ക് സ്നേഹമാണ് അമ്മ എടുത്ത്. എന്ത് മക്കളെ ഒരു വല്ലായ്മ പോലെ മുഖം. ഒന്നുമില്ല അമ്മ. മക്കളെ ഗബി എൻ്റെ അടുത്ത് എല്ലാ കാര്യവും പറഞ്ഞ്. പക്ഷെ മണിക്കുട്ടൻ കാണിച്ചത് വെറും മോശമായി പോയി. അങ്ങനെ നിനക്കൊരു സാരി അവന് മാറ്റി തരാമായിരുന്നു. അതൊന്നും വേണ്ട മാമ. ഇന്നലെ എനിക്ക് പെട്ടെന്ന് അങ്ങനെയൊക്കെ തോന്നി. ഭാര്യമാർക്ക് ആരാണ് സാരി വാങ്ങിച്ചു കൊടുക്കേണ്ടത്? ഭർത്താക്കന്മാര് തന്നെ. ഞാൻ ചുമ്മാ കടന്ന് എടുത്ത് അടം കാണിച്ച് കുറെ ദേഷ്യമൊക്കെ കാണിച്ചത്. കാര്യമൊക്കെ ശരി തന്നെ. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് കുടുംബ ബന്ധങ്ങളൊന്നും ഇല്ലാതാവരുത്. അതെല്ലാരും ഓർക്കണ്ടേ? മക്കളെ നിനക്ക് ഞാൻ ഒരു സാരി വാങ്ങിച്ചു തരും. അയ്യോ മാമ, എനിക്ക് ഇഷ്ടം പോലെ സാരി ഉണ്ടല്ലോ. ഇല്ല മക്കളെ, ഞാൻ മാറ്റി തരും. വേണ്ട മാമ, സത്യം പറയട്ടാ, 10 സാരി വാങ്ങിച്ച് തരുന്നതിനേക്കാളും സന്തോഷമാണ് ഒരു സാരി വേണോ എന്ന് ചോദിക്കുമ്പോ. ഇപ്പൊ തന്നെ മനസ്സ് നിറഞ്ഞത്. ശരി മക്കളെ, ശരി, ഞാൻ മാറ്റി തരാം. വേണ്ട സാരി ഒന്നും വേണ്ട, ഇത് ചോദിച്ചില്ല, ആ സന്തോഷം മാത്രം മതി. മാറ്റി തരാടി. അയ്യേ, ഞാൻ വർഷാപ്പിലോട്ട് പോട്ടെ.